Good afternoon. Okay. Heating effect of electric current ആണ് നമുക്ക് പഠിക്കാൻ. Heating and chemical effect of electric current. Okay. നമ്മൾ ജൂൾസ് ലോ പഠിക്കുന്നുണ്ട് അല്ലേ? ജൂൾസ് ലോ എന്താ പറയുക? H is equal to I square RT. പിന്നെ ഇത് നമ്മൾ കലോറിയിൽ ജൂൾസിലേക്കാണ് നമ്മൾ H is equal to I square RT, H is equal to VIT, H is equal to V square by R into T എന്ന് പറഞ്ഞ് ജൂൾസിന്റെ 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാം. മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to I square RT ആണ്. നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്ന് പറയുന്നത് ഹീറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ജൂളിലാണ് കിട്ടുന്നത്. അതിനെ നമുക്ക് കലോറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 4.2 അല്ലെങ്കിൽ 4.18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. ഈ പവർ ഇസ് ഈക്വൽ ടു VI ഓർ V സ്ക്വയർ ബൈ R ഓർ I സ്ക്വയർ R. പിന്നെ നമുക്കറിയാം 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട് ആണ്. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട് ആണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഇലക്ട്രിക്കൽ എനർജി എന്താ പഠിച്ചിട്ടുള്ളത്? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു W ബൈ Q. E is equal to W by Q. അങ്ങനെയാണെങ്കിൽ W is equal to V into Q or is equal to VIT, which is equal to I square into R into T or V square T by R. ഇത്ര ഇക്വേഷൻസ് നമുക്ക് എനർജി അല്ലെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. പിന്നെ ജൂളാണ് അതിന്റെ SI യൂണിറ്റ്. മറ്റു യൂണിറ്റുകൾ എന്ന് പറയുന്നത് വാട്ട് അവറും കിലോ വാട്ട് അവറും ആണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 into 10⁻⁶ ജൂളാണ്. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട് ആണ്. പിന്നെ കിലോ വാട്ട് അവറിനെ VIT by 1000. അതൊന്നും ഇല്ല. W is equal to VIT. കിലോ വാട്ട് അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Resistance of supply wires is very small, no heating occurs. Resistance of a lamp is high, more heating. Heater wire, high resistivity and high melting point. പിന്നെ safety fuse protects the circuits from excess current. Safety fuse is made of lead alloy. അതായത് ലെഡിന്റെയും ടിന്നിന്റെയും കൂടെ അലോയ് ആണ്. 63% ടിന്നും 37% ലെഡും ആണ് എന്ത് ഫ്യൂസ് വയറിൽ. ഫ്യൂസ് വയറിന്റെ പ്രത്യേകത ഹൈ റെസിസ്റ്റൻസ്, ലോ മെൽറ്റിംഗ് പോയിന്റ്, കണക്ടഡ് ഇൻ സീരീസ് വിത്ത് ലൈവ് വയർ. മാക്സിമം സേഫ് കറന്റ് ഡിപെൻഡ്സ് ഓൺ റേഡിയസ് ഓഫ് ദ വയർ. I is equal to K into R raised to 3/2. റേഡിയസിനെ ഇങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഷോർട്ട് സർക്യൂട്ടിംഗ് occurs when live wire contacts with the neutral wire. Resistance decreases and high current flows. ഇതൊക്കെ നോക്കി വെച്ചിരുന്നാൽ മതി. നോൺ ആസ് ഷോർട്ട് സർക്യൂട്ടിംഗ്. റെസിസ്റ്റൻസ് കുറയുകയും ഹൈ കറന്റ് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നതാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ occurs when too much current flows through the wire. ഇതെല്ലാം തിയറി ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. Wires helps heats beyond safe limits is called overheating, known as overloading. ഓവർഹീറ്റ് ആവുന്നതിനാണ് നമ്മൾ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ദ പവർ ആൻഡ് വോൾട്ടേജ് ടേക്കൺ ടുഗദർ ഫോർ ആൻ അപ്ലയൻസ് ഇസ് ഇറ്റ്സ് റേറ്റിംഗ്. അതായത് റേറ്റിംഗ് പവർ ആൻഡ് വോൾട്ടേജ് ടേക്കൺ ടുഗദർ ഫോർ ആൻ അപ്ലയൻസ് ഇസ് കാൾഡ് ഇറ്റ്സ് റേറ്റിംഗ്. നമ്മൾ ചിലത് എടുത്ത് പറയത്തിലാണ് ഇങ്ങനെ 40 വോൾട്ട് ബൾബ് ആൻഡ് 40 വാട്ട് 240 വോൾട്ട് ഇങ്ങനെ ചേർത്ത് പറയത്തില്ലേ? നോക്കി അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. When a 40 watt and a 100 watt bulb are in series, the 40 watt bulb glows brighter than 100 watt. സീരീസ് കണക്ഷനിൽ നോട്ട് ചെയ്യേണ്ട കാര്യമാണിത്. പാരലൽ കണക്ഷനിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 100 വാട്ട് ബൾബ് ഗ്ലോസ് ബ്രൈറ്റർ ദാൻ 40 വാട്ട്. സീരീസ് കണക്ഷനിലാണെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയാലും മറ്റു ബൾബ്സ് എല്ലാം ഓഫ് ആവും. അതേസമയം എന്താണ് പാരലൽ കണക്ഷനിലാണെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയാൽ അടുത്തത് കണ്ടിന്യൂ ചെയ്യും. ഓൾ സ്വിച്ചസ് മസ്റ്റ് ബി ഇൻ സീരീസ് വിത്ത് ലൈവ് വയർ. സ്വിച്ചസ് നമ്മൾ എപ്പോഴും ലൈവ് വയറുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്യുന്നു. അതൊക്കെ നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. ഇനിഷ്യലി പവർ V square by R is high, causes fusing and bulb glows. പിന്നെ കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അയോൺസ് ഫോം ചെയ്യുന്നു അല്ലെ?
When current flows through an acid or basic solution, the ions dissociate. This process is called electrolysis. These solutions are called electrolytes. പിന്നെ ഇലക്ട്രോളിക്സ് എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ രണ്ട് റോഡുകൾ ഉണ്ട് അല്ലെ, ആ ആനോഡും കാഥോഡും, പിന്നെ അവിടെ ഫോം ചെയ്യുന്ന അയോൺസ്, അത് നമ്മൾ തെറ്റാതിരുന്നാൽ മതി. ആനയോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ആനോഡിന്റെ അടുത്തേക്ക് പോകുന്നതാണ് ആനയോൺ. കാഥോഡിന്റെ അടുത്തേക്ക് പോകുന്നതാണ് കാറ്റയോൺസ്. ഓക്കെ, വോൾട്ട്മീറ്റർ, അയണൈസേഷൻ. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ ചാർജ്. എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ, ഓർ എം ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ, ഓർ ഇസഡ് ഇൻറ്റു ക്യൂവിന് വരെ നമുക്ക് ഐ ഇൻറ്റു ടി, കറണ്ട് അല്ലെ, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. അപ്പൊ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് കൊടുക്കാം. ദെൻ ഇക്വേഷൻ ഇസഡ് ഈസ് എന്തായി മാറും, എം ഈസ് ഈക്വൽ ടു ഇസഡ് ഐ ടി എന്ന് വരും. ഇസഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്, ഐ കറന്റ്, ടി ഈസ് ദ ടൈം. Second law പറയുന്നത് the masses of substance liberated by the same quantity of electricity are proportional to chemical equivalence. M1 by M2 is equal to E1 by E2. M is proportional to chemical equivalent or is equal to atomic weight by valency. പിന്നെ Faraday's constant എന്ന് പറയുന്നത് F is approximately equal to 96,500 coulomb per mole. ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ അറിയാലോ. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോട്ടിംഗ് ആൻ ഓബ്ജെക്ട് വിത്ത് മെറ്റൽസ് യൂസിങ് ഇലക്ട്രോളിസിസ്. ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ടാവും. Makes cheap metal look attractive using precious metal coating like gold or silver. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ അനഡൈസിംഗ് എന്ന് പറഞ്ഞെങ്കിൽ the process of coating aluminum with X oxide to protect against corrosion. Uses of electrolysis used in local anesthesia. Passing current through a nerve makes it insensitive to pain. Also used for the nerve stimulation in polio patients. മെഡിക്കൽ സയൻസിൽ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിനറിയാം. വായിച്ചു പോകത്തില്ലേ ഇതൊക്കെ? നമുക്ക് പ്രോബ്ലത്തിലോട്ട് എളുപ്പം അങ്ങ് പോവായിരുന്നു. പ്രൈമറി സെല്ല്, വോൾട്ടായിക് സെല്ല്, ഡാനിയൽ സെല്ല്, ഇതൊക്കെ നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. ലേഷൻസ്റ്റേസ് സെല്ല്, നെഗറ്റീവ് ഇലക്ട്രോഡ്, ആനോഡ്, കാഥോഡ്, ഡ്രൈ സെല്ല്, സെക്കൻഡറി സെല്ല്, ലെഡ് അക്യുമുലേറ്റർ, തെർമോ ഇലക്ട്രിക് എഫക്റ്റ്, തെർമോകപ്പിൾസ്. ഇതൊക്കെ തിയറി മാത്രമേ ഉള്ളൂ കേട്ടോ, പ്രോബ്ലം സൈഡ് ഒന്നും അല്ല, തിയറി മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് വായിക്കുമല്ലോ, വായിക്കത്തില്ലേ?